ഇന്നത്തെ അറിയിപ്പുകൾ. തീവണ്ടികളിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെ നടപടി കർശനമാക്കുന്നു. ടിക്കറ്റില്ലാത്ത യാത്രക്കാരെ കണ്ടെത്തി പിഴ ചുമത്താൻ പരിശോധകർക്ക് റെയിൽവേ പുതിയ ടാർഗറ്റ് നൽകി. ടിക്കറ്റില്ലാത്തവരിൽ നിന്ന് പിഴ ഈടാക്കി വരുമാനം കൂട്ടാനാണ് നിർദ്ദേശം. തീവണ്ടികളിൽ ടിക്കറ്റില്ലാ യാത്രയ്ക്ക് ഇനി കൂടുതൽ പിടിവീഴും. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരെ കണ്ടെത്തി പിഴ ഈടാക്കാൻ പരിശോധകർക്ക് പുതിയ ടാർഗറ്റ് നൽകിയിരിക്കുകയാണ് റെയിൽവേ. പിഴ കിലോമീറ്റർ അനുസരിച്ച് ഈടാക്കും. നിലവിൽ പാലക്കാട് ഡിവിഷനിൽ സ്ലീപ്പർ കോച്ച് നോക്കുന്ന ഒരു ടിക്കറ്റ് പരിശോധകന് ഒരു മാസം 10,000 രൂപയാണ് പിഴത്തുക ടാർഗറ്റ്. ഒരു TTA മാസം 25,000 രൂപ സമാഹരിക്കണമെന്നാണ് നിർദ്ദേശം. ഒരു വർഷം 27 കോടി രൂപയാണ് ഏകദേശ ടാർഗറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. പിഴ നിരക്കിലും നേരിയ വർധന വന്നിട്ടുണ്ട്. യാത്രക്കിടയിൽ സീറ്റ് ബർത്ത് മാറ്റി നൽകുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം കൂടാതെയാണിത്. സ്ക്വാഡ് TTമാരും ഉയർന്ന പിഴത്തുക സമാഹരിക്കണം. സീസൺ ടിക്കറ്റുകാർ സ്ലീപ്പർ കോച്ചിൽ കയറിയാലും അറിയാതെ കോച്ച് മാറി കയറിയാലും പിഴ ഈടാക്കും. ടിക്കറ്റ് ഇല്ലാത്തവരിൽ നിന്നും പിഴ ഈടാക്കി വരുമാനം കൂട്ടാനാണ് റെയിൽവേയുടെ പുതിയ നീക്കം. അൺറിസർവ്ഡ് സീസൺ ടിക്കറ്റ് വൻ വർധനവുണ്ടായിട്ടും റെയിൽവേ ഡി റിസർവ്ഡ് കോച്ചുകളുടെ എണ്ണം കൂട്ടാത്തതിൽ വിമർശനവും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ധനവില വർധനയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഈ മാസം 8-ന് സംസ്ഥാന വ്യാപക ധർണ നടത്തുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് ഈ മാസം 8-ന് സംസ്ഥാന വ്യാപകമായി ധർണ നടത്തുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നികുതി ഇളവ് നൽകണമെന്നും ഇന്ധന സബ്സിഡി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പെട്രോൾ ഡീസൽ വില വർധന സ്വകാര്യ ബസ് മേഖലയെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും അവർ അറിയിച്ചു. വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന നടപടി സ്വകാര്യ ബസ് മേഖലയ്ക്ക് വൻ തിരിച്ചടിയാകുമെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. KSRTC ബസ്സിലെ സൗജന്യ യാത്ര ഏത് രീതിയിൽ ബാധിക്കുമെന്ന് പരിശോധിച്ച ശേഷം പ്രതിഷേധം സംബന്ധിച്ച് തീരുമാനമെടുക്കും. വിദ്യാർത്ഥി കൺസെഷൻ കൂട്ടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തുന്ന കാര്യം ഇത്തവണത്തെ ബജറ്റിൽ അംഗീകരിക്കില്ല. ശമ്പള വർധനയും പ്രതീക്ഷിക്കേണ്ടതില്ല. ക്ഷാമബത്ത കുടിശ്ശികയില്ലാതെ ക്രമപ്പെടുത്തുന്നതിനാകും മുൻഗണന. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന് ധവളപത്രത്തിൽ ശുപാർശയുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണത്തെ ബജറ്റിൽ അത് അംഗീകരിക്കില്ല. പെൻഷൻ പ്രായം കൂട്ടിയാൽ വിരമിക്കൽ ആനുകൂല്യത്തിൽ വർഷം 6,000 കോടി രൂപ വീതം 2 വർഷം 12,000 കോടി ലാഭിക്കാമെന്നാണ് ധവളപത്രം പറയുന്നത്. എന്നാൽ ഇത് സ്ഥായിയായ ലാഭമല്ല. എപ്പോൾ വിരമിച്ചാലും ആനുകൂല്യം നൽകണം. ചെലവ് മാറ്റിവെക്കാൻ മാത്രമേ സാധിക്കൂ. സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പള വർധനയും ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കൽ മതിയെന്ന ധവളപത്ര നിർദ്ദേശം സർക്കാർ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. ക്ഷാമബത്ത കുടിശ്ശികയില്ലാതെ നൽകുന്നതിനാകും ബജറ്റിൽ മുൻഗണന നൽകുക. 2% ക്ഷാമബത്ത ഇപ്പോൾ കുടിശ്ശികയുണ്ട്. അത് ബജറ്റിൽ പ്രഖ്യാപിക്കും. നേരത്തെ അനുവദിച്ച ക്ഷാമബത്ത ഗഡുക്കളുടെ മുൻകാല പ്രാബല്യം അനുസരിച്ചുള്ള കുടിശ്ശിക നൽകിയിട്ടില്ല. ജീവനക്കാർക്ക് 21,670 കോടിയും പെൻഷൻകാർക്ക് 14,387 കോടിയുമാണ് ഈ ഇനത്തിൽ പണമായി നൽകേണ്ടത്. ഇത് ഘട്ടം ഘട്ടമായി കൊടുക്കാനാണ് സർക്കാർ ആലോചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കിഫ്ബി കഴിഞ്ഞ 9 വർഷം നടത്തിയ എല്ലാ ഇടപാടുകളും അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ. പല ഇടപാടുകളിലും അഴിമതി നടന്നെന്ന് ധവളപത്രത്തിൽ സൂചിപ്പിച്ചത് കണക്കിലെടുത്താണ് സർക്കാരിന്റെ നീക്കം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ അഴിമതി നടന്നെന്ന സംശയത്തിലാണ് എല്ലാ ഇടപാടുകളും അന്വേഷിക്കാൻ സർക്കാർ നീക്കം. ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തിയ പഠനത്തിൽ കിഫ്ബി ഇടപാടുകളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ധവളപത്ര സമിതിക്ക് ലഭിച്ചിരുന്നില്ല. ആവശ്യപ്പെട്ട പല രേഖകളും ലഭിച്ചില്ലെന്ന് നേരത്തെ കിഫ്ബിയിൽ ഓഡിറ്റ് നടത്തിയ സംഘം ഫയലിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇമെയിലുകൾ, ഡിജിറ്റൽ രേഖകൾ, നശിപ്പിച്ച ഫയലുകൾ അടക്കം സകല വിവരങ്ങളും ശേഖരിക്കാൻ കഴിയുന്ന ഫോറൻസിക് ഓഡിറ്റിംഗ് ആണ് ധവളപത്ര സമിതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ക്രമക്കേട്, ഫണ്ട് വകമാറ്റൽ, ബന്ധുനിയമനം, ധൂർത്ത് തുടങ്ങിയവ നടന്നിട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ ഇത് സഹായകമാകും. വൻതുക ചെലവിട്ട കിഫ്ബിക്ക് ഭൂമിയും കെട്ടിടവും വാങ്ങാനുള്ള സർക്കാർ തീരുമാനം റദ്ദാക്കും. കിഫ്ബിയിൽ ശമ്പളം തീരുമാനിച്ച ഫയലുകളിലും അന്വേഷണം വരും. 1.5 ലക്ഷം രൂപയിലേറെ ശമ്പളം വാങ്ങുന്ന 45 പേരുടെ പട്ടിക ശേഖരിച്ചിട്ടുണ്ട്. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം വേണമെന്നും അടിമുടി പരിഷ്കരണം ആവശ്യമാണെന്നും ധവളപത്രത്തിൽ നിർദ്ദേശമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.